ഹലോ ഏട്ടാ, ഞാൻ മീഷോന്ന് 2 ഡ്രസ്സ് ഓർഡർ ചെയ്യട്ടെ. ഒന്ന് 317, ഇന്നൊന്ന് 250 ഉള്ളൂ. എന്റെ സന്ധ്യ നീ അനങ്ങല്ലേ? ഒന്നാമത് മാസം അവസാനം 5 പൈസ കയ്യില്ല. നീ ഫോൺ വെച്ചായിരുന്നു. കറക്റ്റായിട്ട് ഒരാഴ്ചയായിരുന്നു, ഞാൻ റീചാർജ് ചെയ്തില്ല. ചീത്ത പറയുന്നുണ്ടോ ഏട്ടാ? വഴക്ക് പറയല്ലേ. TV ഒന്ന് റീചാർജ് ചെയ്തരോ? ഇപ്പൊ കഴിഞ്ഞിട്ട് ഒരാഴ്ചയായില്ലേ, ഒറ്റയ്ക്ക് ഒന്ന് ബോറടിച്ചിട്ടാ. നിനക്ക് എന്താ സന്ധ്യ, തലക്കുന്ന അസുഖമാണോ? ഓഫീസ് ടൈമിൽ വിളിച്ചിട്ടാണോ അവിടെ TV റീചാർജ് ചെയ്ത്? ഞാൻ ഒരു വർക്ക് ചെയ്തോണ്ടിരിക്കുക, നീ ഫോൺ വെച്ചാണ്. മോളെ സന്ധ്യ. മനസ്സിച്ചോ? എന്താ രാവിലെ തന്നെ? ഇന്ന് ലീവാ? ലീവല്ലേ മോളെ, ജോലിക്ക് പോകണം. ഇന്നലെ ഞാൻ കറി കൊണ്ടുവന്നില്ല, ടിഫിൻ ബോക്സ്, അതൊന്നും എടുത്തു തരും. അല്ല ഞാൻ ചോറ് കൊണ്ടു. ആണോ? എന്നൊക്കെ ഞാൻ കൊണ്ടുവരേ. സമയം ഒരുപാട് വൈകിട്ടുണ്ടാവും അല്ലേ? വിളിച്ചു പറഞ്ഞാണെങ്കിൽ ഞാൻ കൊണ്ടുവരില്ലേ? അത് സാരമില്ല മോളെ, ഞാൻ പോകട്ടെ. ആരാണ് സച്ചു വന്നിട്ട് പോയത്? നമ്മുടെ വനജേച്ചിയായിരുന്നു. അവരിന്നലെ കറി കൊണ്ടുവന്ന പാത്രം വാങ്ങിക്കാൻ വന്നതാ. വനജേച്ചിയോ? അവരിപ്പോഴും ആ സൂപ്പർ മാർക്കറ്റിൽ ക്ലീനിങ് സ്റ്റാഫ് തന്നെ അല്ലേ? ഞാൻ കാണാൻ തുടങ്ങിയ ഒരു 30 ജോലിക്ക് വന്നിട്ടുണ്ട്. പറയണേ എന്റെ പ്രായത്തിലൊരു മോനുണ്ട് അവർക്ക്. 30 ഭർത്താവ് എന്താ ജോലിക്ക് പോകുന്നില്ലേ? എന്നിട്ടും ജോലിക്ക് പോകുന്ന നോക്ക്. നല്ല ആണുങ്ങള്. അതിലൊക്കെ നീ ലക്കിയാണ് സന്ധ്യ. ഇത്ര നേരമായിട്ട് നിന്നെ ഞാൻ ജോലിക്ക് വിട്ടിട്ടുണ്ടാ? നീ ഒരു കാര്യം ചെയ്, വേഗം വണ്ടി തുടച്ചിട്ടേ എന്റെ ഡ്രസ്സൊക്കെ ഒന്ന് അയൺ ചെയ്തേക്ക്. നമ്മൾ കുളിച്ചിട്ടല്ല, സമയമായി. സച്ചു, നീ എന്റെ പേഴ്സിന് 500 രൂപ എടുത്തിട്ടാ? ഏട്ടാ, രാവിലെ പാത്രക്കാരൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു അപ്പച്ചട്ടി വാങ്ങിക്കാൻ വേണ്ടി എടുത്തതാ. അപ്പച്ചട്ടി മേടിച്ചെന്നോ? നിനക്ക് എന്തിനു കഴി? ഉള്ള പൈസ എടുത്ത് പാത്രം മേടിച്ചു കൂട്ടുക? എനിക്കെന്താ ലക്ഷക്കണക്കിന് ശമ്പളം ഉണ്ടെന്നാ വിചാരം? ഇവിടെയുള്ള അപ്പച്ചട്ടി കേടായതല്ലേ. ഞാൻ കൊറേ ഏട്ടനോട് പറയുന്നു പുതിയൊരെണ്ണം വാങ്ങിച്ചു തരാൻ. അതിലൊഴിച്ചിട്ട് കിട്ടാനിട്ടാ ഞാൻ പുതിയത് വാങ്ങിച്ചത്. സന്ധ്യ, ഇനി മേലെ എന്റെ പേഴ്സ് പൈസ എടുത്തിട്ടുണ്ടെങ്കിലേ ഞാൻ ഒരു ആവശ്യത്തിന് വെച്ചല്ലേ? അല്ലടി, നീ രാവിലെ അയൺ ചെയ്തല്ലേ? ഇതാണോ കോലം? അയൺ ബോക്സ് ചൂടാവാനിട്ടാ. അത് ഞാൻ കൊറേ ആയില്ലേ ഏട്ടനോട് പറയുന്നു. എന്ത് പറഞ്ഞാലും എല്ലാത്തിനും നീ ഒരു ന്യായം കണ്ടെത്തല്ലോ. ഹലോ, ഇവിടെ ആരും ഇല്ലേ?
ആരാ? മോളെ, ഞാൻ തിരുവങ്കൂർ അഭയത്തിൽ നിന്ന് വരിക. അപ്പൊ ഈ ജനുവരി 26-ാം തീയതി അവിടുത്തെ കുട്ടികൾ കുറച്ച് ഡ്രസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആകുന്ന സംഭാവന നിങ്ങൾ ചെയ്യുക. അയ്യോ, ഇവിടെ ആരുമില്ല, ഏട്ടൻ ജോലിക്ക് പോയിരിക്കുക. അത് സാരില്ല മോളെ, കയ്യിലുള്ളത് തന്നാ മതി. വലിയ എമൗണ്ട് വേണമെന്നില്ല. ഇവിടെ എല്ലാവരും ഉൾക്കൊള്ളിക്കും, അതിനു വേണ്ടി ഈ പിരിവ്. അതല്ല ചേട്ടാ, എൻ്റെ പൈസ ഒന്നുമില്ല. അത് സാരില്ല മോളെ, അന്നാ വരുന്നേ. ഇക്കാലത്ത് 20 രൂപ എടുക്കാത്ത പെൺകുട്ടികളാ. ഏട്ടാ നിക്കോ, ഒരു 100 രൂപ തരോ? 100 രൂപ എന്തിനാ? എനിക്കൊരു 1/2 കിലോ ചിക്കൻ വാങ്ങിക്കാനായിരുന്നു. ഇന്നലെ കുക്കിംഗ് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, അതിൽ ചിക്കൻ ലോലിപോപ്പ് ഉണ്ടാക്കുന്ന കണ്ടപ്പോ കഴിക്കാൻ ഒരാഗ്രഹം. അല്ലെങ്കിലും ജോലിക്ക് പോകാണ്ട് വെറുതെ വീട്ടിലിരിക്കണ എന്നെ പോലുള്ള പെണ്ണുങ്ങൾക്ക് ആഗ്രഹിക്കാനല്ലോ പറ്റൂ. സന്ധ്യ സുജിത്ത് ജോലിക്ക് പോയോ? ആ ചേച്ചി, ഇപ്പൊ പോയുള്ളൂ. അല്ലടോ, അവന് ജോലി കഴിഞ്ഞ് വൈകുന്നേരം 7 മണിയാകണ്ട വീടത്തെ. അതുവരെ നിനക്ക് ഒറ്റയ്ക്കിരുന്നൂടെ ബോറടിക്കില്ലേ? വല്ല ജോലിക്ക് ശ്രമിച്ചൂടെ മോളെ? ശ്രമിക്കാഞ്ഞിട്ടല്ലേ ചേച്ചി, വിടാഞ്ഞിട്ടാ. വീട്ടില് സ്ത്രീകളെ ജോലിക്ക് പോണത് മൂപ്പർക്കെന്തോ വലിയ അഭിമാനക്കുറവാ. ഈ കാലത്ത് ഇങ്ങനത്തെ ആണുങ്ങളോ? ശരി മോളെ, എനിക്ക് സമയം, ഞാൻ പോകട്ടെ. ചേച്ചി, ഒരു 100 രൂപ ഉണ്ടാവോ? അതിനെന്താ, തരാലോ. 100 മതിയോ? ആ മതി. അടുത്ത ആഴ്ച അച്ഛൻ വരുന്നുണ്ട് ചേച്ചി. അപ്പൊ അച്ഛനോട് വാങ്ങിച്ചിട്ട് ഞാൻ ഈ പൈസ തിരിച്ചു തരാം. അതൊന്നും സാരമില്ലടോ, അത് വെച്ചോ. ശരി, എന്നാ ഞാൻ പോകട്ടെ. അമ്മേ, പ്രശ്നമൊന്നുമില്ല. എന്റെ ഫോണില് ബാലൻസ് ഇല്ലായിരുന്നു, അതുകൊണ്ടാ. ഏട്ടനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, 2-3 ദിവസമായി. ഏട്ടന് സമയം വേണ്ടതിന്. വേണ്ട വേണ്ട, അമ്മ ചെയ്യൊന്നും വേണ്ട. ആ പൈസ കയ്യിലിരുന്നോട്ടെ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അമ്മ ഇങ്ങോട്ട് വിളിച്ചാൽ മതി. സുഖമായിരിക്കണം അമ്മ. ശരി. ഏട്ടാ, ഒന്നേ. എന്താടി? ഏട്ടന് ഇന്നലെ സാലറി വന്നില്ലായിരുന്നോ? ആ വന്നിട്ടുണ്ടായിരുന്നു. എന്തേ? ഒരു 1000 രൂപ എനിക്ക് തരുമോ? 1000 രൂപയോ? നിനക്ക് എന്തായാലും വേണമെങ്കിൽ എന്നോട് പറഞ്ഞേ, ഞാൻ വരുമ്പോ മേടിച്ചുതരാം. അതിനോട് നിനക്ക് പൈസ എന്തിനാ? ഞാൻ ഒരു സാധനം വാങ്ങിക്കാൻ ഏട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഒരാഴ്ചയായിട്ടും ഏട്ടൻ ഇതുവരെ വാങ്ങിച്ചെന്നില്ലല്ലോ. ഓ അതോ? എടി, അത് ഞാൻ മറന്നുപോയതാ. ഒരു കാര്യം ചെയ്തു, വരുമ്പോ എന്തായാലും മേടിക്കാം. ഡിഗ്രി ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായി ഞാൻ സ്വന്തം അടിവസ്ത്രത്തിന് പോലും മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടേണ്ട അവസ്ഥ എത്തി. എന്താടി, എന്താ നീ അങ്ങനെ പറഞ്ഞേ? വനചേച്ചി അന്ന് ക്ലീനിങ് ജോലിക്കാ പോകുന്നെന്ന് പറഞ്ഞപ്പോ ഏട്ടൻ അവനെ കളിയാക്കുന്ന രീതിക്കല്ലേ സംസാരിച്ചത്? ഏട്ടാ, അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിലേ ഒരിക്കലും മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടേണ്ട ആവശ്യം വരില്ല. ഇപ്പൊ എന്റെ കാര്യം നോക്ക്, എനിക്കൊരു 10 രൂപന്റെ പൊട്ട് വേണമെങ്കിൽ കൂടി ഏട്ടനെ ആശ്രയിക്കണ്ടേ? ഞാനന്നൊന്ന് TV റീചാർജ് ചെയ്യുന്ന ഏട്ടനോട് പറഞ്ഞപ്പോ ഏട്ടൻ എന്തൊക്കെയാ എന്നെ പറഞ്ഞത്? ഇപ്പൊ എന്റെ ഫോണില് ബാലൻസ് തന്നിട്ട് 2 ആഴ്ചയായി. എന്നിട്ട് ഒരു അത്യാവശ്യത്തിന് വിളിക്കണമെങ്കിൽ എൻ്റെ പൈസ ഇല്ല. എന്നെ പോലെ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. പക്ഷെ എല്ലാത്തിനും മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടുണ്ടെന്ന് ആലോചിക്കുമ്പോ എല്ലാം വേണ്ടെന്ന് വെക്കുക. ഒന്നില്ലെങ്കിൽ ഏട്ടൻ എന്നെ ജോലിക്ക് വിട്, അല്ലെങ്കിൽ എല്ലാ മാസവും ചെറിയൊരു തുകയെങ്കിലും എന്റെ ആവശ്യങ്ങൾക്കായിട്ട് താ. ഇനി ഇങ്ങനെ ഒതുങ്ങി ജീവിക്കാൻ പറ്റില്ല ഏട്ടാ.
അല്ലടോ, വീട്ടിലെ സ്ത്രീകളെ ജോലിക്ക് അയച്ച വലിയ അഭിമാനക്കുറവാണെന്നൊക്കെ ഭർത്താവ് പറഞ്ഞല്ലോ. അപ്പൊ അതൊക്കെ മാറിയോ? അതൊക്കെ മാറി ചേച്ചി. മൂപ്പർക്ക് മനസ്സിലായി എല്ലാ ജോലിക്കും അതിൻ്റെതായ മഹത്വം ഉണ്ടെന്ന്. പിന്നെ മോളെ, സ്റ്റാർട്ടിങ്ങിൽ 10,000 രൂപ ശമ്പളം ഉണ്ടാവുള്ളൂ കേട്ടോ. 10 രൂപ പോലും സ്വന്തമായി എടുക്കാനില്ലാത്ത എനിക്ക് ഈ 10,000 എന്നൊക്കെ പറഞ്ഞ അത് ലക്ഷങ്ങളുടെ മൂല്യം ചേച്ചി. ചേച്ചി വാ. നമ്മുടെ നാട്ടിലെ ബഹുഭൂരിപക്ഷം വരുന്ന സ്ത്രീകളും ഇതുപോലെ ജോലിയില്ലാതെ സ്വന്തം അടിവസ്ത്രങ്ങൾക്ക് പോലും മക്കളെയോ ഭർത്താക്കന്മാരെയോ ആശ്രയിക്കുന്നവരാണ്. നിങ്ങളുടെ കുടുംബത്തിലുള്ള സ്ത്രീകൾക്ക് ജോലിക്ക് പോവാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും അവരെ വീട്ടിൽ തന്നെ തളച്ചിടാതെ ജോലിക്ക് പോവാൻ സമ്മതിക്കുക. അത് അഭിമാനം തന്നെയാണ്. അതുപോലെ തന്നെ ജോലിക്ക് പോവാൻ പറ്റാത്ത സാഹചര്യമുള്ള ഒരുപാട് വീട്ടമ്മമാരുണ്ട്. അവർക്ക് നമ്മൾ മക്കളോ ഭർത്താക്കന്മാരോ തീർച്ചയായും ഒരു നിശ്ചിത തുക എല്ലാ മാസവും അവരുടെ കയ്യിൽ കൊടുക്കുക. കാരണം വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കും ആഗ്രഹങ്ങളും ഒരുപാട് ആവശ്യങ്ങളുമുണ്ട്. അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക.